ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ വചന വെളിച്ചത്തിൽ വിചിന്തനം ചെയ്യുന്നത് വചനം തന്നെ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. കൊടുത്താൽ നീ എടുത്തു മടുക്കും. പറഞ്ഞാൽ മടുക്കുന്ന രീതിയിൽ പോലും എടുക്കാനുള്ള സാധ്യത നമ്മുടെ മുമ്പിൽ വരുന്നത് കൊടുക്കാനുള്ള മനസ്സ് നാം കാണിക്കുമ്പോഴാണ്. ഒരു പഴഞ്ചൊല്ല് നമുക്ക് എല്ലാവർക്കും അറിയാം, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അപ്പം അങ്ങനെയെങ്കിൽ കൊടുക്കാൻ തയ്യാറാകുന്നവർക്ക് സ്വർഗത്തിൽ കിട്ടാതിരിക്കുമോ? മത്തായി 16:25 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ജീവൻ പോലും നീ കൊടുക്കാൻ തയ്യാറാകുമ്പോൾ നിനക്ക് നിത്യജീവൻ എടുക്കാൻ പറ്റും. അവിടാണ് ഞാൻ പറഞ്ഞത്, കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെങ്കിൽ കൊടുത്താൽ നമുക്ക് സ്വർഗത്തിൽ കിട്ടാതിരിക്കുമോ? ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അതാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ആദ്യമായിട്ട് നമ്മുടെ ഒരു മനുഷ്യ സഹജമായ ചില വാസനകൾ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ട് അതിനെതിരെ പ്രാർത്ഥന കൊണ്ട് പോരാടി വിജയം വരിക്കാൻ നമുക്ക് സാധിക്കണം. എന്താ നമ്മുടെ മനുഷ്യ സഹജമായ ചില വാസനകൾ? കിട്ടുമ്പോൾ സന്തോഷം, എന്നാൽ വിട്ടുകൊടുക്കാൻ ഒരു നൊമ്പരം. ഏത് കാര്യമാണേലും കർത്താവ് പറഞ്ഞാൽ പോലും വിട്ടുകൊടുക്കാൻ നൊമ്പരപ്പെടുന്നവരുണ്ട്. ലൂക്ക 18:22 വായിച്ചാൽ ചെറുപ്പക്കാരനോട് കർത്താവ് നേരിട്ട് പറഞ്ഞാണ്, നിനക്ക് സ്വർഗത്തിൽ വലിയ നിക്ഷേപമുണ്ടാകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. അവൻ വിട്ടുകൊടുത്തോ? അവൻ അവിടുന്ന് വിട്ടുപോയതേ ഉള്ളൂ. വിട്ടുകൊടുക്കാനല്ല അവൻ തയ്യാറായത്, യേശുവിൽ നിന്ന് വിട്ടുപോയി. പിന്നീട് ഒരിക്കലും അവൻ ഹാപ്പിയായിട്ട് സന്തോഷവാനായിട്ട് ജീവിച്ചും കാണുന്നില്ല. അതൊരു മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്, വിട്ടുകൊടുക്കാൻ നൊമ്പരപ്പെടുന്ന ആ ഒരവസ്ഥ. നമുക്കറിയാം, നമുക്കൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവണത പലർക്കും ഉള്ളതാണ്. ഭാരം കൊടുക്കും മറ്റുള്ളവർക്ക്. ഗലാത്യർ 6:2 പരസ്പരം ഭാരങ്ങൾ വഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് ഭാരം കൊടുക്കും. പിന്നെ ചൂഷണത്തിലൂടെയാണേലും നേട്ടം വരിക്കാൻ നമ്മൾ പരിശ്രമിക്കും. മറ്റുള്ളവരെ, പാവപ്പെട്ടവരെയൊക്കെ ചൂഷണം ചെയ്തിട്ടാണേലും എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ, എൻ്റെ സൗകര്യം വർദ്ധിപ്പിക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചെന്ന് വരും. ഇതെല്ലാം ഒരു മനുഷ്യ സഹജമായിട്ടുള്ള നമ്മുടെ പ്രവണതകളാണ്. ഇനി വചനം എന്താണ് നമ്മളെ പഠിപ്പിക്കുക? അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:35 അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്വീകരിക്കുന്നതിനേക്കാൾ നൽകുന്നതാണ് ശ്രേയസ്കരം എന്നുള്ളത് കർത്താവ് നമ്മെ പഠിപ്പിച്ചൊരു കാര്യമാണ്. തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചത്, പഠനങ്ങളിലൂടെ കർത്താവ് നമുക്ക് കൈമാറി തന്നിരിക്കുന്ന ഒരു വലിയ ഒരു സന്ദേശമാണ്. സ്വീകരിക്കുന്നതിനേക്കാൾ നൽകുന്നതാണ് ശ്രേയസ്കരം. അത് പഠിച്ച് പ്രാവർത്തികമാക്കാൻ പറ്റുന്നത് ശരിക്കും ഈ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് ദൈവത്തെ സ്നേഹിക്കാനൊക്കെ സാധിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ്. മനുഷ്യ സഹജമായ ആ പ്രവണതകൾക്കനുസരിച്ച് നീങ്ങുന്നവർക്ക് അത് സാധിച്ചെന്ന് വരില്ല. ലൂക്കായുടെ സുവിശേഷം 6:38 വായിച്ചാലോ, അവിടെ പറഞ്ഞിരിക്കുന്നത്, കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി നിറച്ച് നിന്റെ മടിയിൽ ഇട്ടുതരും. നമ്മൾ എടുത്തെടുത്ത് മടുക്കും എന്നുള്ളതല്ലേ ഇതിൻ്റെ സന്ദേശം? കൊടുക്കാൻ നമ്മൾ കർത്താവ് പറയുന്നത് പോലെ കൊടുക്കാൻ തയ്യാറാകുമ്പോൾ എടുത്തെടുത്ത് മടുക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുപോകും. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 20 വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽക്കാരെ പരിഭവം പറഞ്ഞപ്പോൾ മോശയോട് ദൈവം പറയുന്നൊരു കാര്യം, നീ പേടിക്കണ്ട, അവർക്ക് ഞാൻ മാംസം നൽകാൻ പോവുകയാണ്. അത് ഏറ്റവും നല്ല മാംസം. കൊടുത്ത എന്താണെന്ന് നമുക്കറിയാം, കാടപ്പക്ഷി. എന്നിട്ട് കർത്താവ് പറഞ്ഞത്, 1-2 ദിവസത്തേക്ക് അവർക്ക് കഴിക്കാനുള്ളതൊന്നും അല്ല ഞാൻ കൊടുക്കാൻ പോകുന്നത്. അവർ കഴിച്ച് മൂക്കിലൂടെ വന്നിട്ട് ഓക്കാനിക്കുന്നൊരവസ്ഥ എത്തുന്നിടം വരെ കഴിക്കാനുള്ളത് ഞാൻ അവർക്ക് നൽകും. ദിവസങ്ങളോളം അവർക്ക് വാരിക്കൂട്ടാനുള്ള കാടപ്പക്ഷികളെ അവർക്ക് ദൈവം കൊടുത്തതായിട്ട് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുന്നത് എടുത്തെടുത്ത് മടുക്കുന്ന ഇസ്രായേൽക്കാരെ നമുക്ക് കാണാൻ സാധിക്കും, ദൈവം അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, കൊടുക്കുന്നവർക്ക്
നഷ്ടം വന്നോ? നമുക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, കൊടുത്ത് ശീലിച്ചിട്ടുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവം. ഉൽപ്പത്തി 22:16 എടുത്താൽ, സ്വപുത്രനെ, സ്വന്തം മകനെ പിതാവായ ദൈവം നൽകിയതുപോലെ തൻ്റെ മകനെ നൽകുന്ന അബ്രാഹത്തെ കാണാൻ പറ്റും. എന്താണ് അതിന് മറുപടിയായിട്ട് കർത്താവ് പറഞ്ഞത്? ഞാൻ നിന്നോട് ശപഥം ചെയ്തു പറയുന്നു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഇതുപോലത്തെ അനുഗ്രഹങ്ങൾ, ശപഥപൂർവമുള്ള അനുഗ്രഹങ്ങൾ ഒത്തിരി ഒന്നും ബൈബിളിലില്ല. അബ്രാഹത്തിന് അത് കിട്ടാനുള്ള കാരണം എന്താ? അതുപോലെ അവൻ്റെ മകനെ, അവൻ ഏറ്റവും വിലപ്പെട്ടത് നൽകാൻ അവൻ തയ്യാറായതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ദൈവം വാഗ്ദാനം ചെയ്തത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു ബാലൻ്റെ കൈവശം ഉണ്ടായിരുന്ന അപ്പവും മീനും അത് ശിഷ്യന്മാർ കണ്ടെത്തി യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ബാലൻ അത് കൊടുത്തിട്ട് അവന് എന്തെങ്കിലും നഷ്ടം വന്നോ? മിക്കവാറും അവന് ഒരു 2 കൊട്ടയെങ്കിലും ഇതിനു ശേഷം ബാക്കി വന്നതിൽ നിന്ന് അവനെ ഏൽപ്പിച്ച് കാണണം. അവൻ കൊടുത്തപ്പോൾ, ആ അപ്പമാണ് ആശീർവദിച്ചു കൊടുത്തപ്പോൾ അത് വർദ്ധിച്ചതും ആയിരങ്ങൾക്ക് ഭക്ഷണമായിട്ട് മാറിയതും. ലൂക്കാ 21 ആദ്യ വചനങ്ങൾ വായിച്ചാൽ, ഒരു വിധവ ആകപ്പാടെ ഉണ്ടായിരുന്ന ഈ ബാലൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മീഗർ ഭക്ഷണം, അവൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അത് വർദ്ധിച്ചതുപോലെ ഇവളുടെ കൈവശം ഉണ്ടായിരുന്ന 2 ചെമ്പ് തൊട്ട് അത് ഭണ്ഡാരത്തിലിടുന്നത് കാണാൻ പറ്റും. അവൾക്ക് എന്ത് നഷ്ടമാണ് വന്നേ? കർത്താവ് അവളെ ഏറ്റെടുക്കുന്ന ഒരു രംഗമാണ് ഈ ഒരു കമൻറ്റ് പറഞ്ഞതിലൂടെ കർത്താവ് അവിടെ ചെയ്തത്. ഞങ്ങൾക്ക് ഒരിക്കലും ഒരു കുറവും ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. സുഭാഷിതങ്ങൾ 11:24-25 വചനങ്ങൾ എടുത്താൽ, ഒരുവൻ ഉദാരമായി നൽകുന്നു, അവൻ്റെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. വേറൊരുവൻ കൊടുക്കേണ്ടതുപോലും കൊടുക്കാതിരിക്കുന്നു, അവൻ്റെ ദാരിദ്ര്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. നമുക്കിനി അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, കൊടുത്താൽ കിട്ടും. പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ വചനം എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, സ്നേഹം, ബഹുമാനം. കൊടുത്താൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടിയിരിക്കും. എഫേസ്യസ് 5:22 മുതൽ വായിക്കുമ്പോൾ ദമ്പതിമാർ ഈ 2 കാര്യങ്ങളും കൊടുക്കണം, എടുക്കണം എന്നുള്ളത് പൗലോസ് അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. രണ്ടാമത്തേത് ക്ഷമ. മത്തായി 18:35 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ക്ഷമ കൊടുക്കുന്നവർക്ക് ക്ഷമ കിട്ടും. കൊടുത്തിട്ട് വേണം അത് എടുക്കാൻ എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമത്തേതാണ് കരുണ. യാക്കോബ് 2:13 വായിച്ചാൽ, കാരുണ്യരഹിതരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാവും. കാരുണ്യം കാണിച്ചാൽ നമുക്ക് കാരുണ്യം ലഭിക്കും. പ്രാർത്ഥന. 1 തീമോത്തി 2-ാം അധ്യായം 1 മുതൽ വായിച്ചാൽ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട്. ഉറപ്പായിട്ടും നമ്മളത് ചെയ്താൽ നമുക്ക് മറ്റുള്ളവരുടെ പ്രാർത്ഥന ലഭിക്കും. യേശു പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടാകും എന്നുള്ളത് ഹൃദയത്തിൽ ഉറപ്പിക്കാം. അവസാനത്തേതാണ് പരസഹായം. തോബിത്ത് 2-5 2 അധ്യായങ്ങൾ വായിച്ചാൽ മതി. ഒരു പരസഹായത്തിന് തയ്യാറായ, ഭക്ഷണത്തിൽ ഒരു ഭാഗം പാവപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാൻ തയ്യാറായ ആ തോബിത്തിൻ്റെ കുടുംബത്തിലേക്ക് കർത്താവ് വർഷിച്ച അനുഗ്രഹം. അവരൊരാളെ അന്വേഷിച്ച് പോയപ്പോൾ മുഖ്യദൂതന്മാരിൽ ഒരാളെ തന്നെ ദൈവം പറഞ്ഞു വിടുന്നതായിട്ട് 5-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ബോധ്യം നമുക്കുണ്ടായി. അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളും ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ എടുത്തെടുത്ത് മടുക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനു വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.